ഇന്ന് കിച്ചു സുധി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ മകൻ വന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഒത്തിരി പേരത് ചർച്ചാ വിഷയമാക്കി, ഒത്തിരി യൂട്യൂബർമാരെ വീഡിയോ ചെയ്തു. പല കലാകാരന്മാരും, നമ്മൾ കാണുന്ന കലാകാരന്മാർ പലർക്കും, കലാകാരന്മാർ മാത്രമല്ലെങ്കിൽ പോലും ഇന്നത്തെ ഈ മോഡേൺ ലോകത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ആ കൊച്ചു പറഞ്ഞു പോകുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ അതുമൂലമുണ്ടായ കുട്ടിയെ ബാധിച്ച മാനസികാവസ്ഥ അല്ലേ, ഒരു ഒതുക്കപ്പെട്ട് എന്നാ പറയണ്ടേ, ആ കൊച്ചെന്ന് പറയുന്ന വാക്ക് ഇൻവേർട്ടായിപ്പോയി എന്നാണ്. അതായത് ഇൻവേർട്ടിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സ്വയം ചുരുങ്ങി ഒതുങ്ങി അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ആ കൊച്ചു കടന്നുപോയി. കൊല്ലം സുധിയുടെ മകനെ പറ്റി നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു കാര്യം ഈ കൊച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ചെങ്കിലും സത്യം മനസ്സിലാകുന്നത്. കൊല്ലം സുധിയുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ അത് പല ഫാമിലിയും നടക്കുന്ന കേട്ടോ. ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫാമിലിയിലും ഒരു 80% ഫാമിലിയിലും ഇതുപോലത്തെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഉണ്ടായിക്കൊണ്ട്, അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. അവരുണ്ടാകുന്ന ഒറ്റപ്പെടൽ അല്ലേ, ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോവുക. സുധി പെട്ടെന്ന് മരണപ്പെട്ടു മൂലം ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ അത് വേറെ. അതുപോലെ തന്നെ ഈ ഒത്തിരി വിവാഹം, ഒരു 3 വിവാഹം സുധി കഴിച്ചു. ആദ്യത്തെ വിവാഹത്തിലെ ആ പെൺകുട്ടി ഈ കൊച്ചിൻ്റെ അല്ലേ, രേണു സുധിക്ക് മുമ്പേ 2 ഭാര്യമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കിച്ചു പറയുന്നത് പ്രകാരം കിച്ചുവിൻ്റെ അമ്മയാണ് ഫസ്റ്റ് ഭാര്യ. ആ അമ്മ കിച്ചുവിനെ 1.5 വയസ്സുള്ളപ്പോൾ ഇട്ടേച്ചു. നമുക്കത് കേൾക്കാം, വിശദമായി കേൾക്കാം. അപ്പോൾ അതൊരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങളെക്കുറിച്ച് അതിനെപ്പറ്റി പറയാം. 3ാമത്തെ ഭാര്യയാണ് രേണു സുധി. ഈ രേണു സുധിയുമായിട്ട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടൊന്നും ഈ വീഡിയോയിൽ നിന്നും ആ കൊച്ചു സ്വന്തം അനുഭവം പറയുക. ആ കൊച്ചിനെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല, എങ്കിലും അവൻ പറയുകയാണ് ഈ രേണു സുധിയുമായിട്ട് വലിയൊരു ആത്മബന്ധമൊന്നും ആ കൊച്ചിപ്പോൾ സൂക്ഷിക്കുന്നില്ല. എന്തോ ഒരു യാന്ത്രികമായി കടന്നു പോകുന്നു. ആ കൊച്ചിന് അമ്മയെ ഉപേക്ഷിച്ചു പോയി 2ാമത് വീണ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കൊല്ലം സുധി വിവാഹം ചെയ്യുന്നു. അതിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഇതിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നു എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ആ കൊച്ചിന് തന്നെ മനസ്സിലായി. കുഞ്ഞ് വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോഴാണ് വീണ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. അതും ഡൈവേഴ്സായി. 3ാമതാണ് ഈ രേണു സുധി എന്ന് പറയുന്ന രേണുവിനെ കണ്ടുമുട്ടുന്നതും ഇവർ തമ്മിൽ ഈ കുഞ്ഞുമായി ആ പെൺകുട്ടി കമ്പനിയാകുകയും അങ്ങനെ ആ അച്ഛനുമായിട്ട് വിവാഹം ആലോചിക്കാൻ അച്ഛൻ തന്നെ മകനോട് ചോദിക്കുക, ഞാൻ ഈ ചേച്ചിയെ കല്യാണം കഴിക്കുക, കൊച്ചിന് ഇഷ്ടമാണ്. അപ്പോൾ കൊച്ച് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇപ്പോഴത്തെ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്, ഒത്തിരി കലാകാരന്മാരുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ പല കാരണങ്ങളുണ്ടാവും അല്ലേ. ജീവിതത്തിലെ ഇതുപോലെ തേച്ചിട്ട് പോകുന്ന അനുഭവം, അപ്പോൾ വീണ്ടും 2ാമത് വിവാഹം കഴിക്കും. വീണ്ടും ആ വിവാഹത്തിലും അദ്ദേഹം പരാജയപ്പെടുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു മക്കളുണ്ട് അല്ലേ. ആ കുഞ്ഞു മക്കളുടെ ബാല്യമാണ് ഇല്ലാണ്ടാകുന്നത്. അവർക്കുണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ആഘാതം നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. ഒത്തിരി പേര് കുഞ്ഞിനെ എടുത്തൊക്കെ റോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇന്ന് ആ കൊച്ച് ഇതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായി പറയുമ്പോൾ ആണ് ഒറ്റപ്പെട്ടു പോയൊരു മകൻ അല്ലേ. സ്വന്തം അമ്മയില്ല, ഇപ്പോൾ അച്ഛനില്ല, പേരിനൊരു 3ാമത്തെ ഒരു ഭാര്യ അല്ലേ. കൊല്ലം സുധിയുടെ 3ാം ഭാര്യയാണ് ഇപ്പോൾ അവൻ്റെ അമ്മയെന്ന് അവൻ കരുതുന്നത്. ആ അമ്മയുമായിട്ടും വലിയൊരു അടുപ്പമൊന്നും അവൻ കാത്തു സൂക്ഷിക്കുന്നില്ല. കാരണം ആ അമ്മയുടെ മനോനില വേറെ രീതിയായി, ആ അമ്മ വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയിരിക്കുന്നു. നമുക്ക് കാണാം എന്താണ് ആ കുട്ടി പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാം. ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ ഒരു കട്ടിങ്ങും ഇല്ലാതെ ഫുൾ വീഡിയോ ആണ് ആ കൊച്ചു പറയുന്നത് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക.
ഞാൻ ഭയങ്കരമായിട്ടൊരു ഇൻട്രോവേർട്ടാണ് സത്യം പറഞ്ഞു. എനിക്കൊരു ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ അറിയത്തില്ല വലുതായിട്ട്. അതൊക്കെ ഓരോരോ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഇതായി പോയതാണ്. പക്ഷെ എങ്കിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു ഇതാക്കി തരാം എൻ്റെ ലൈഫ് സ്റ്റോറി. അപ്പം നമുക്ക് തുടങ്ങാം. ലൈഫ് സ്റ്റോറി എൻ്റെ, അതായത് 2004 ഞാൻ ജനിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ടാ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവരുടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് മ്യൂസിയിട്ടോട്ടെ, അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെ പോകാനായിട്ട് നിൽക്കുന്നു. ഞാൻ ഭയങ്കര കരച്ചിൽ, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ അപ്പം എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എവിടെ പോകാനായിട്ടേക്ക്. ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ സ്കൂട്ടറും കണ്ട, ആ സ്കൂട്ടർ എടുത്തോണ്ടാകുമെന്ന. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ട് എങ്ങാണ്ട് നോക്കിയതാ. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിടിക്കാനൊക്കെ പോയി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഇരുന്ന് ഞാൻ കരഞ്ഞ്. എനിക്കും ഒന്നും പറ്റിയില്ല. അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകളെന്നൊക്കെ പറഞ്ഞാൽ. കൂടുതലും ആ ടൈമിൽ ഇവരുടെ രണ്ടുപേരുടെ അടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞിലോട്ടേ കാണുന്നത് ഈ സംഭവം അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്ലേ. പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പമൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജായി. വീണ എന്ന് പറയുന്ന ഇതായിട്ട് അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ടല്ലോ ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കുറെ ഇങ്ങനെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരണം. എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. അടി ഭയങ്കര സീൻ. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജും ആയിരുന്നത്. അവർക്കതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാട്ടാ. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്തപ്പം അതിനകത്തൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണിങ്ങനെ ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേർ എന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടെന്തോ രാത്രി അച്ഛൻ വീട്ടിൽ വന്നു. പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഇതാണ് ഈ കൊച്ചിൻ്റെ ഒരു 2024 കൊച്ചി ജനിച്ചെന്ന് പറയും. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏകദേശം ആ കൊച്ചിന് ഒരു 20 വയസ്സ് അല്ലേ, 21 വയസ്സ് പ്രായം. അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഈ കൊച്ചു ജീവിതത്തിൽ അനുഭവിച്ച സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയെപ്പറ്റിയും ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ. അതുപോലെ ഇവിടുന്ന് പോകുമ്പോൾ കൂടെ വന്നവരുടെ ഒരു മാനസികാവസ്ഥ, അടിച്ചു പൊളിച്ച് ടൂറ് പോകുന്ന പോലെ പോയൊരു മാനസികാവസ്ഥ. വലിയ ഹോട്ടലിൽ കയറി അവർ ഭക്ഷണം കഴിച്ചിരുന്നൊക്കെ
ആ കൊച്ച് തകർന്നിരിക്കുമ്പോഴും കൂടെയുള്ളവരുടെ ഒരു മനോഭാവത്തെ കുറിച്ചാണ് കൊച്ചു പറയുന്നത്. അതും അവനിലുണ്ടാക്കിയ ഒരു ആഘാതം. 5ാം ക്ലാസ്സിൽ ഇപ്പോഴും ആ കൊച്ച് ഒരു ഇൻവേർട്ട് ടൈപ്പ്, അതല്ലെങ്കിൽ എന്ത് പറയണ്ടേ, ഒതുക്കപ്പെട്ട ഒരു, എന്നാ പറയുക, ഉള്ളിലോട്ട് ഒതുക്കപ്പെടുക എന്നൊക്കെ അല്ലേ അതിന് മലയാളം പറയാല്ലേ, എല്ലാവരിൽ നിന്നും മാറി നിൽക്കുക, അങ്ങനെയൊക്കെ അല്ലേ. ആ കൊച്ചിന്റെ ഒരു അനിയൻ കൊച്ചിന്റെ കാര്യമാണ് ആ പറയുന്നത് ഇതിനകത്ത്. ഇച്ചുവോ വേറൊരു കൊച്ചിനെ പറ്റി പറയുന്നുണ്ട്. ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി അവൻ ജോലി ചെയ്യാൻ പോയ കഥകളൊക്കെ പറയുന്നത്. ഇന്നത്തെ തലമുറ നേരിടുന്ന, ഇന്നത്തെ തലമുറ മീൻസ് ഈ കഴിഞ്ഞ 2010 മുതൽ ഇങ്ങോട്ടേക്ക് 2010 നിങ്ങൾ കൂട്ടുണ്ട, അതിനു മുമ്പ് 2007-8 കാലഘട്ടത്തിലൊക്കെ വിവാഹം കഴിഞ്ഞ ആളുകളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ അവരിലുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി ഇന്നത്തെ കാലത്ത് ഡൈവേഴ്സുകൾ കൂടുകയാണ്. അത് സാധാരണക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനേക്കാൾ ഇരട്ടിയാണ് സിനിമ, സീരിയൽ നടിമാരും നടന്മാരും തമ്മിലുള്ള വിവാഹം. ഒരു ഡ്രസ്സ് മാറുന്ന പോലെയാണ് ഒരാൾ വിവാഹം ഡൈവേഴ്സ് ആകുന്നതും വീണ്ടും പുതിയൊരു ഉടുപ്പ് വാങ്ങിയിടുന്ന പോലെയാണ് അടുത്ത വിവാഹം കഴിക്കുന്നത്. ഈ ശാശ്വതമല്ലാതെ ഇതെല്ലാം 1, 2, 3, 4 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വിവാഹങ്ങൾ ഡൈവേഴ്സിലേക്ക് എത്തുന്നു, വീണ്ടും അടുത്ത വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനിക്കുന്ന കുഞ്ഞു മക്കൾ അല്ലെ, അവരിലെ സ്നേഹത്തിൽ ജനിക്കുന്ന കുഞ്ഞു മക്കൾക്കുണ്ടാകുന്ന അവസ്ഥ, അവരൊറ്റപ്പെട്ട് അവർ പല ബന്ധുവീടുകളിലും ഒക്കെ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥ അല്ലേ, അല്ലെങ്കിൽ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കേണ്ട അവസ്ഥ. ഈ കുഞ്ഞുങ്ങള് പ്രതീക്ഷിക്കുന്നത് അച്ഛൻ്റെ സ്നേഹം. ഈ കൊച്ചു വരെ ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനെ, കൊല്ലം സുധിയെ കുറേ അടുത്ത് കിട്ടി സംസാരിക്കാനും സ്നേഹിക്കാനും ആ കുഞ്ഞു ഹൃദയം ആഗ്രഹിക്കുന്ന ഒരുപാട് തവണകളുണ്ട്. പക്ഷെ 2ാം വിവാഹം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നിന്നതും താമസിച്ചതും 2ാം ഭാര്യയുടെ കൂടെയായിരുന്നു. കുറേ നാൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് വളരുന്നത് മറ്റൊരു വീട്ടിലാണ്. അപ്പോൾ അവനെ ഏൽപ്പിക്കുന്ന ഒരു മാനസികാഘാതം, സ്വന്തം അച്ഛൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, ഒരു ബന്ധുവീട്ടിൽ ഒരു അന്യനായിട്ട്. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയും അച്ഛനും ഒക്കെയാണ് ഒരാളുടെ ഏറ്റവും വലിയ കൺകണ്ട ദൈവം. അവർ കഴിഞ്ഞ ഈ ഭൂമിയിൽ നമുക്ക് മറ്റെന്തുള്ളൂ. അത് ജീവിതം കൊണ്ട് ഓരോരുത്തർക്കും അറിയാവുന്നതല്ലേ അല്ലേ. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അതൊരു ജീവിതമാകും. ഇല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അവരുടെ വളർച്ചയിൽ അതിനെ ഒരുപാട് ബാധിക്കുകയും ചെയ്യും. എത്ര ബന്ധുക്കൾ നോക്കിയാൽ പോലും സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടുക, അച്ഛൻ്റെ സ്നേഹം കിട്ടുക, അവരുടെ തണലിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്, വലിയൊരു ഭാഗ്യവുമാണ്. ഇതൊന്നും ലഭിക്കാതെ വരുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഈ കുട്ടിയിലും ഉണ്ടായി. അപ്പം അതാണ് ആ കുട്ടി പറഞ്ഞു വരുന്നത്. ഇപ്പോഴും അവൻ അതിൽ നിന്നൊരു, ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ സഡൻ ആക്സിഡൻറ്റും ഇതൊന്നും അവനിൽ നിന്ന് ആഘാതങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ തലമുറയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ ഫാമിലി ലൈഫ് അത്ര സെക്യൂർ അല്ല അല്ലേ. ഓരോ കുടുംബങ്ങളിലും ഇതുപോലെ തമ്മിലടിയും അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരം നമ്മുടെ ചുറ്റും കണ്ണുപിടിച്ചാൽ മതി, നമുക്കിത് കാണാൻ സാധിക്കും. പരമാവധി എല്ലാവരും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോവുക. പറ്റുമെങ്കിൽ ക്ഷമിക്കുക അല്ലേ. ഒരാൾ താന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലേ. ഒരാൾ ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും മാതാപിതാക്കള് വേർപിരിയാതെ സന്തോഷത്തോടെ ഹാപ്പിയായി ഈ കുഞ്ഞുമക്കളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ട് നല്ല ഉത്തരവാദിത്തമുള്ള നല്ല മക്കളായിട്ട് വളർത്തുക. കാരണം ഈ കൊല്ലം സുധിയുടെ മകൻ പറയുന്നുണ്ട് അവൻ ലഹരിക്ക് അടിമപ്പെട്ടെന്നൊക്കെ. ഈ കുഞ്ഞുങ്ങളുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് മാതാപിതാക്കളോട് തന്നെ ആവണം അല്ലേ. മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോഴോ മറ്റുള്ള സാഹചര്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളിൽ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹമില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളിൽ പല അക്രമവാസനകളും, മദ്യം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ മറ്റ് സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഇൻവേർട്ട് ആയിട്ട് പോകുന്ന ആളുകളും ഉണ്ട്. അധികം സംസാരമില്ലാതെ ഒതുക്കപ്പെട്ട് പഠനം മാത്രമായി പോകുന്ന, മനുഷ്യരായി പ്രവർത്തിക്കാത്ത കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് അല്ലേ. വലിയ വലിയ അസുഖങ്ങളിലേക്കൊക്കെയാണ് ഈ കുഞ്ഞുമക്കളെ മെന്റലായി പോകുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക. നമ്മുടെ ഈഗോയും പ്രശ്നങ്ങളും സ്നേഹമില്ലായ്മയും അല്ലെങ്കിൽ തലക്കനവും ഒക്കെ മാറ്റി വെക്കുക.
നമുക്കൊരിക്കലും ഒരു ജീവിതമുള്ളൂ എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കുക. ഇനിയൊരു ജീവിതം ഈ ഭൂമിയിലുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പരസ്പരം സ്നേഹിക്കുക, ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം സ്നേഹിച്ച് കുഞ്ഞുങ്ങളെ നേർവഴിയിൽ നല്ല മക്കളായി, ഭാവിയുടെ നല്ല വാഗ്ദാനങ്ങളായി വളർത്തിയെടുക്കുക. മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.